ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ റമദാനിന് മുമ്പ് ഒരുങ്ങുന്നതിനു വേണ്ടി അതിൻ്റെ ഏറ്റവും വലിയ തയ്യാറെടുപ്പുകളിലൊന്നായ നോമ്പിൻ്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നോമ്പിൻ്റെ വിധിവിലക്കുകളാണ്. അഹ്കാമുസ് സിയാം, നോമ്പിൻ്റെ വിധിവിലക്കുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ചിട്ടുള്ള മൻഹജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കിതാബുസ് സിയാമ. നമുക്കറിയാം, എല്ലാ ഹദീസിൻ്റെയും ഫിഖ്ഹിൻ്റെയും ഒക്കെ ഗ്രന്ഥങ്ങളിൽ ദീനിലെ ഈ പ്രധാനപ്പെട്ട അഹ്കാമുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അതിൽ വളരെ ലളിതമായ രീതിയിൽ എഴുതിയിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് നാസിർ സഅദി, അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാ. ഹിജറ 1307 ജനിച്ച മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം ഖസീമിലെ ഉനൈസ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വളരെയധികം വിജ്ഞാനങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ അങ്ങേയറ്റത്തെ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എല്ലാ ഫന്നുകളിലും എല്ലാ ശാഖകളിലും അദ്ദേഹത്തിന് ബൃഹത്തായ രചനകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്നാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ തഫ്സീർ സഅദി. അദ്ദേഹത്തിൻ്റെ വിശദീകരണം, ഖുർആനിൻ്റെ വിശദീകരണം വളരെയധികം അറിയപ്പെട്ട വിശദീകരണമാണത്. അതുപോലെ തന്നെ ഫിഖ്ഹിലും ഹദീസിലുമൊക്കെ സഹോദരങ്ങളെ അദ്ദേഹത്തിന് മഹത്തായ സംഭാവനകളുണ്ട്. ഹിജറ 1376 അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളാണ് നമുക്കൊക്കെ അറിയുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ നാസിർ സഅദി റഹിമഹുല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. അബ്ദുള്ള ബസ്സാമിനെ പോലെയുള്ള മറ്റ് ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല എന്ന ഒരൊറ്റ ശിഷ്യൻ തന്നെ ഈ ഗുരുവിൻ്റെ, ഈ പണ്ഡിതൻ്റെ പാണ്ഡിത്യം എത്രയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, കിതാബുസ് സിയാം, അദ്ദേഹം ഈ മൻഹജുസ് സാലിക്കീൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അത് ആദ്യം മുതൽ നമ്മൾ ത്വഹാറത്ത് മുതൽ അവസാനം വരെയുള്ള എല്ലാ കർമ്മശാസ്ത്ര കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള വലിയൊരു ഗ്രന്ഥമാണ് മൻഹജുസ് സാലിക്കീൻ. അതിലെ കിതാബുസ് സിയാം എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതിലുള്ള ഏതാനും പേജുകളിൽ അത് ഒതുങ്ങുന്നതാണ്. അതിൽ ആദ്യത്തെ ഭാഗങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. നോക്കാം. കിതാബുസ് സിയാം. അൽ അസ്ലു ഫീ ഖൗലിഹി തആല, അൽ അസ്ലു ഫീഹി ഖൗലുഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും അൽ ആയാത്ത്. കിതാബുസ് സിയാം എന്നാണ് ഈ അധ്യായത്തിന് അദ്ദേഹം പേര് കൊടുത്തിട്ടുള്ളത്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഓരോ വലിയ അധ്യായങ്ങൾക്ക് പൊതുവെ കിതാബ് എന്ന് പറഞ്ഞിട്ടാണ് പേര് കൊടുക്കുക. ഇപ്പോൾ ത്വഹാറത്തിന്റെ അധ്യായത്തിന് കിതാബു ത്വഹാറ എന്നാണ് കൊടുക്കുക. അതിനുശേഷം നിസ്കാരവുമായി ബന്ധപ്പെട്ട മസ്അലകൾ ചർച്ച ചെയ്യുമ്പോൾ കിതാബു സലാത്ത് എന്ന് കൊടുക്കും. പിന്നെ സക്കാത്ത് വരുമ്പോൾ കിതാബു സക്ക. അതിനുശേഷമാണ് കിതാബു സൗം വരുന്നത്. കിതാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജംഅ് എന്നാണ് ഉദ്ദേശം. കതബ എന്ന് പറയുന്ന വാക്കിന് എഴുതി എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു വാക്കർത്ഥമാണ്. അതേപോലെ തന്നെ ജമാഅ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥവും കതബ എന്ന് പറയുന്ന വാക്കിനുണ്ട്. അഥവാ കിതാബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഒരു കാര്യത്തിനാണ് കിതാബ് എന്ന് പറയുന്നത്. അപ്പോൾ കിതാബു സിയാം എന്ന് സിയാമിലേക്ക് ചേർത്തിൽ പറഞ്ഞാൽ സിയാമുമായി ബന്ധപ്പെട്ട, നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചേർത്തിട്ടുള്ള അധ്യായം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്സിയാം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സഹോദരങ്ങളെ ഭാഷാപരമായി ലുഗയിൽ നമ്മൾ അറിയുന്നത് അലിംസാക്ക് എന്നുള്ള കാര്യമാണ്, പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഒട്ടകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൃഗത്തെ
പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഴുതയെ പിടിച്ചു വെച്ചാൽ ഖൈലുൻ സിയാം എന്ന് പറയും, പിടിച്ചു വെക്കപ്പെട്ട കഴുത. അപ്പോൾ സിയാം എന്ന് പറയുന്ന ഭാഷാർത്ഥം പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാ ഭാഷാർത്ഥവും അതിൻ്റെ സാങ്കേതികമായ ശരീഅത്തിന്റെ അർത്ഥത്തിനോട് യോജിക്കുന്നതായിരിക്കും. ഇപ്പോൾ നോമ്പിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അതിൻ്റെ ശറഈയായ അർത്ഥവും പിടിച്ചുവെക്കലാണ്. പക്ഷെ എന്തിനെ പിടിച്ചുവെക്കലാണ്, അതാണ് നമുക്കറിയേണ്ടത്. അതിനാണ് പണ്ഡിതന്മാർ അതിൻ്റെ ശറഈയായ വിശദീകരണം പറഞ്ഞത്. ഹുവൽ ഇംസാഖു അനിൽ മുഫ്തിറാത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരാൾ സ്വദേഹത്തെ പിടിച്ചു വെക്കണം. നോമ്പെടുക്കുന്ന ഓരോ വ്യക്തിയും നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും പിടിച്ചു വെക്കണം. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, എപ്പോൾ മുതൽ എപ്പോൾ വരെ പിടിച്ചു വെച്ചാൽ മതി? മിൻ തുലൂഇ ശംസ്, എപ്പോഴാണ്? തുലൂഉൽ ഫജ്ർ, മിൻ തുലൂഉൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. തുലൂഉ അൽ ഫജ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് കൊടുക്കുന്ന സമയത്തിനാണ് തുലൂഉൽ ഫജ്ർ എന്ന് പറയുന്നത്. പ്രഭാതം അത് ഉദിക്കുന്ന സമയം, പ്രഭാതോദയം എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യോദയമല്ല, തുലൂഉൽ ശംസ് അല്ല, മറിച്ച് തുലൂഉൽ ഫജ്ർ ആണ് അതിന്റെ ആരംഭ സമയം. ഇലാ ഗുറൂബി ശംസ്, സൂര്യാസ്തമയം വരെ. അപ്പോൾ പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരാൾ പിടിച്ചു വെക്കുക. തഖർറുബൻ ഇലല്ലാഹി തആല, അതും കൂടി പണ്ഡിതന്മാർ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. തഖർറുബൻ ഇലല്ലാഹി തആല, നോമ്പ് അത് ശരിയാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം സിദ്ധിച്ചുകൊണ്ട് ഒരാൾ എടുത്തതായിരിക്കണം. അപ്പം അതിൽ നീയത്ത് പെട്ടു. നീയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം സഹോദരങ്ങളെ ഒരാൾ നോമ്പെടുക്കേണ്ടത്. അപ്പോൾ വളരെ വ്യക്തമായി നോമ്പ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. ഹുവൽ ഇംസാഖു അനിൽ മുഫ്തിറാത്ത്, അത് മുഫ്തിറാത്തിൽ നിന്നും നമ്മൾ പിടിച്ചു വെക്കലാണ്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും പിടിച്ചു വെക്കലാണ്. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, പ്രഭാതോദയം മുതൽ, ഫജ്റിന്റെ സമയം മുതൽ ഗുറൂബു ശംസ് അഥവാ വഖ്തു അൽ മഗ്രിബ്, സൂര്യോദയം വരെയുള്ള സമയം വരെ. തഖർറുബൻ ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരാൾ ഇതിലേതെങ്കിലുമൊക്കെ ഒരു കാര്യം ഇതിൽ നിന്ന് വിട്ടുപോയാൽ നോമ്പല്ലാതായി തീരും. ഒരാൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിന്നിട്ടില്ല എങ്കിൽ അയാൾ പിന്നീട് നോമ്പെടുക്കുന്നവൻ എന്ന് പറയില്ല. അയാൾ അതിൽ ചിലത് സ്വീകരിച്ചു, ചിലത് സ്വീകരിക്കാതിരുന്നാൽ പിന്നീട് അത് നോമ്പാവുകയില്ല, നോമ്പ് സ്വീകരിക്കുകയില്ല. അല്ലെങ്കിൽ ഒരാൾ ഇതിന്റെ സമയം മാറ്റി, തുലൂഉൽ ഫജ്ർ എന്നുള്ളത് ഒരാൾ ഒരു ളുഹർ മുതൽ എടുക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ശരീഅത്തിൽ ഒരു നോമ്പില്ല, ഫർളും ഇല്ല, സുന്നത്തും ഇല്ല. ഇനി ഒരാൾ നേരത്തെ തന്നെ നോമ്പ് ആരംഭിച്ചു, പക്ഷേ അസറാകുമ്പോൾ തന്നെ ഒരാൾ മുറിക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെയും ഒരു നോമ്പ് ശരീഅത്തിലില്ല. അവസാനം പറഞ്ഞത് തഖർറുബൻ ഇലല്ലാഹി തആല എന്നാണ്. അതൊരാൾ മാറ്റി അതിനു പകരം ഒരു ഹിമ്യത്തിന് വേണ്ടി, ഒരു ഡയറ്റിന് വേണ്ടി ചെയ്താലോ അത് ശരീഅത്തിന്റെ നോമ്പ് എന്ന് പറയില്ല. അയാൾക്കതിന് പ്രതിഫലം കിട്ടാൻ സാധ്യതയില്ല. കാരണം അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ നോമ്പ് വഴി ഒന്ന് തടി കുറയണം, അല്ലെങ്കിൽ നോമ്പ് വഴി എന്തെങ്കിലുമൊക്കെ ശാരീരികമായി കുറച്ച് കൊളസ്ട്രോൾ ഒക്കെ കുറയണം, ഇതാണ് ഒരാളുടെ ഉദ്ദേശം, പൂർണ്ണമായ ഉദ്ദേശം അത് മാത്രമാണ് എങ്കിൽ സഹോദരങ്ങളെ അതിന് ഒന്നും പ്രതിഫലം ലഭിക്കുന്നതായിരിക്കുകയില്ല. അതുകൊണ്ടാണ് തഖർറുബൻ ഇലല്ലാഹി തആല. ഇനി അതല്ല, ഇതേ കാര്യം തന്നെ ഒരാൾക്ക് അല്ലാതെയും സംഭവിക്കാം. ഒരാൾ രാത്രി നേരത്തെ വൈകി ഉറങ്ങി, ഫജ്റിന് മുമ്പാണ് അയാൾ ഉറങ്ങിയത്, പിന്നീട് എഴുന്നേൽക്കുമ്പോഴേക്കും മഗ്രിബ് കഴിഞ്ഞു. അപ്പം ഇതിനിടയിലുള്ള സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരാൾ വിട്ടു നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിട്ടു നിന്നിട്ടുണ്ട്. നോമ്പ് മുറിയുന്ന ഒന്നും അയാൾ ചെയ്തിട്ടില്ല, അയാൾ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങാന്ന് പറയുന്ന നോമ്പ് മുറിയുന്ന കാര്യമല്ല. വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്തിട്ടില്ല, ഈ സമയവും പാലിച്ചിട്ടുണ്ട്. അഥവാ തുലൂഉൽ ഫജ്ർ മുതൽ ഗുറൂബ് ശംസ് വരെയാണ് പിടിച്ചു വെച്ചത്. പക്ഷേ തഖർറുബൻ ഇലല്ലാഹി തആല എന്ന് പറയുന്ന കാര്യം അയാളിൽ ഉണ്ടായിട്ടില്ല. കാരണം അയാൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് ചെയ്തതല്ല അത്, അയാൾ ഉറങ്ങിപ്പോയതാണ്, അല്ലെങ്കിൽ ഉറക്കമാണ് അയാൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അസ്സൗമു ശർഈ, ശരീഅത്തിന്റെ ഭാഷയിൽ ഒരു കാര്യത്തെ നോമ്പ് എന്ന് പറയുകയുള്ളൂ. അതല്ല എങ്കിൽ വ്രതം എന്ന് പറയുന്ന കാര്യം പലതരത്തിലുണ്ട്, അതൊന്നും ശരീഅത്തിൽ നോമ്പായി പരിഗണിക്കുകയില്ല. അദ്ദേഹം അതിന് തെളിവായി ആദ്യം തന്നെ കൊടുക്കുന്നു, അൽ അസ്ലു ഫീഹി ഖൗലുഹു തആല, നോമ്പിന്റെ അടിസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 183 മുതലുള്ള ആയത്ത് നോമ്പുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഈ ആയത്തിൽ അല്ലാഹു തആല നോമ്പ് നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ ഏത് ഭാഗത്താണ് നോമ്പ് നമുക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ആരാണ് പറയാ? കുട്ടികളെ,
ശ്രദ്ധിക്കണം. ഈ ആയത്തിന്റെ ഏത് ഭാഗത്താണ് നോമ്പ് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ആർക്കാണറിയാം? പറഞ്ഞോളൂ, വലിയവർക്കും പറയാം. കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞു അല്ലെ? കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞാൽ ഖതബക്ക് വേറൊരു അർത്ഥം കൂടിയുണ്ട്, ഫറദ, നിർബന്ധമാക്കി എന്ന അർത്ഥം കൂടിയുണ്ട്. കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞാൽ ഫുരിള അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ആയത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്നുള്ള ഭാഗം കുത്തിബ അലൈക്കും എന്നുള്ള വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അതോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ച കാര്യമാണ് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതുപോലെ എന്നുള്ളത്. ഈ ഭാഗത്തു നിന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ദീനിലുള്ള അമലുകളിൽ നോമ്പിന്റെ മസ്ലഹത്ത്, നോമ്പ് കൊണ്ടുണ്ടാകുന്ന പ്രയോജനം അത് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉമ്മത്തിലും ഈ ഇബാദത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ ശരീഅത്തിലും ഒരു നിയമമുണ്ട് എങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ കഴിഞ്ഞ സമുദായത്തിലൊക്കെ നോമ്പ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അപ്പോൾ നോമ്പ് കൊണ്ടുണ്ടാകുന്ന മസ്ലഹത്ത് അത്ര വലുതാണ്. ഒരു മനുഷ്യന്റെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അവനേറെ സഹായകമാകുന്ന, തഖ്വ പാലിക്കാൻ ഏറെ സഹായകമാകുന്ന ഒരു കാര്യമാണ് ഒരാൾ നോമ്പെടുക്കുക എന്നുള്ളത്. അത് റമളാനിലുള്ള നോമ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം സുന്നത്ത് നോമ്പുകളാകട്ടെ സഹോദരങ്ങളെ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പടച്ചതിന്റെ ലക്ഷ്യം കൈവരിക്കാൻ ഏറെ അവനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നോമ്പെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇത് വലിയൊരു മസ്ലഹത്തുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതനാകുന്നുണ്ടെങ്കിൽ, ആ മാസത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഫല്യസുംഹു, അവൻ ആ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഫല്യസുംഹു എന്ന് പറയുന്നത് അമ്രാണ്. ശരീഅത്തിലൊരു കാര്യം അമ്രു വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അൽ അമ്രു ലിൽ വുജൂബ്, അമ്ര നിർബന്ധമാണ് എന്ന് അറിയിക്കുന്നു. നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട തത്വമാണ്. അള്ളാഹു ഖുർആനിൽ എന്ത് കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം അത് വാജിബാണ് എന്നാണ്. എന്നാൽ അത് വാജിബിൽ നിന്നും തെറ്റിച്ചു കളയുന്ന, അത് മുസ്തഹബിന്റെ പരിധിയിലേക്കേ വരുന്നുള്ളൂ എന്ന് അറിയിക്കുന്ന മറ്റു തെളിവുകൾ കൂടി ഉണ്ട് എങ്കിൽ അത് വാജിബ് എന്നുള്ളതിൽ നിന്നും അത് മുസ്തഹബാണ് എന്ന് വരും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പഠിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വയജിബു സിയാമു റമദാൻ അല കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ഖാദിറിൻ അല സൗം. നോമ്പ് ആർക്കൊക്കെയാണ് നിർബന്ധമാകുക എന്ന കാര്യമാണ് അദ്ദേഹം ആരംഭിച്ചത്. നോമ്പ് നിർബന്ധമാണ് എന്ന് ആദ്യം തെളിവ് സഹിതം അദ്ദേഹം പറഞ്ഞു. നോമ്പ് നിർബന്ധമാണ്, പക്ഷേ അത് ഈ ആയത്ത് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും നിർബന്ധമില്ല. മറിച്ച് വയജിബു സിയാമു റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകുന്നത് അല കുല്ലി മുസ്ലിം, മുസ്ലിം ആയിരിക്കേണ്ടതുണ്ട്, ബാലിഗ് പ്രായപൂർത്തി എത്തേണ്ടതുണ്ട്, ആഖിൽ ബുദ്ധി ഉണ്ടായിരിക്കേണ്ടതുണ്ട്, ഖാദിറിൻ അല സൗം നോമ്പെടുക്കാനുള്ള കഴിവ് ഒരാൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വിശദീകരിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. അപ്പോൾ നോമ്പ് നിർബന്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ തൊട്ടു മുമ്പ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളിൽ 5 അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് നോമ്പ് എന്നുള്ള ഹദീസ് നമ്മൾ പലകുറി കേട്ടിട്ടുള്ളതാണ്. ബുനിയൽ ഇസ്ലാം അല ഖംസിൻ, ഇസ്ലാം 5 കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ ഒരാൾ അംഗീകരിക്കണം, അംഗീകരിക്കാത്തവൻ മുസ്ലിമല്ല. ഇഖാമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, വസൗമി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കണം, വഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതുപോലെ തന്നെ ഹജ്ജ് ഒരാൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. അപ്പം നോമ്പ് നിർബന്ധമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി സഹോദരങ്ങളെ നമ്മൾ നോക്കുക. ഒന്നാമത്തേത് യജിബു സിയാമു റമളാൻ അല കുല്ലി മുസ്ലിം, മുസ്ലിമിനാണ് നിർബന്ധം എന്നാണ് അറിയിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട നിബന്ധനകളാണ് ഈ പറയുന്നത്. ഒരാളുടെ നോമ്പ് ശരിയാകേണ്ട നിബന്ധനകളാണ്. ഷർത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഷർത്ത്, നിബന്ധന 2 രൂപത്തിൽ ശരീഅത്തിലുണ്ട്. നിസ്കാരത്തിനും ഉണ്ടാകും, നോമ്പിനൊക്കെ ഷർത്ത് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഷർത്തു സിഹ, ഒരു കാര്യം ശരിയാകാനുള്ള നിബന്ധന, അഥവാ ആ പറയുന്ന കാര്യം ഒരാളിൽ ഉണ്ടായാലേ അയാളുടെ അമലി ശരിയാകും, അങ്ങനെ ചില നിബന്ധനയുണ്ട്.
2 ഷർത്ത് വുജൂബിൻ, ഒരു കാര്യം വാജിബാകാനുള്ള നിബന്ധന, അഥവാ അതുണ്ടെങ്കിലേ അയാൾക്ക് ആ കർമ്മം നിർബന്ധമാകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അയാൾ ആ കർമ്മം ചെയ്താലും അത് ശരിയാകുന്നതാണ്, പക്ഷെ അയാൾക്ക് നിർബന്ധമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിബന്ധന എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ആ നിബന്ധന പാലിച്ചിട്ടില്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഇവിടെ ഒന്നാമത് പറയുന്ന ഷർത്ത് അഥവാ ഒരാൾ മുസ്ലിം ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം സഹോദരങ്ങളെ, അത് ഒരാളുടെ ഷർത്തു സിഹ്ഹത്തിൻ വ വുജൂബ് രണ്ടും പെടുന്ന കാര്യമാണ്. ഷർത്തു സിഹ്ഹത്തിൻ വ വുജൂബ്, ഒരു കാര്യം ശരിയാകാനുള്ള നിബന്ധനയാണ്. കാരണം കാഫിർ പോയിട്ട് നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ പറയുന്ന നിർവചനമൊക്കെ കേട്ട് ഉടനെ തന്നെ അയാൾ ഫജറിന് മുമ്പേ എഴുന്നേറ്റ് അയാൾ വേണമെങ്കിൽ അത്താഴവും കഴിച്ച്, അത് നോമ്പിന്റെ നിബന്ധനയിൽപ്പെട്ട കാര്യമല്ല, സുന്നത്തിൽ പെടുന്നതാണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. അയാൾ ആ സുന്നത്തുകളൊക്കെ പാലിച്ച് അയാൾ മഗ്രിബ് വരെ കാത്തു നിന്ന് നോമ്പെടുത്ത് കഴിഞ്ഞാൽ സഹോദരങ്ങൾ അയാൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. കാരണം അയാൾ ഷർത്ത് പാലിച്ചിട്ടില്ല. എന്താണത്? മുസ്ലിം ആയിരിക്കുക എന്നുള്ളത്. മുസ്ലിം ആയിരിക്കുക എന്നുള്ളത് അയാൾ പാലിച്ചിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു റമളാൻ കഴിഞ്ഞു പോകുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുന്നു, ബാക്കിയുള്ള ആളുകൾ നോമ്പെടുക്കുന്നില്ല, അവർക്ക് യാതൊരു കുറ്റവുമില്ല എന്നല്ല, അങ്ങനെ നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് അവർ ആ ഒരു ഹാലിൽ, അവർ നിലവിലുള്ള അവസ്ഥയിൽ അവർ നോമ്പെടുത്താൽ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവർ ചെയ്യേണ്ടിയിരുന്നത് അവർ മുസ്ലിം ആവുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് ഓരോ നിസ്കാര സമയവും ഒരു കാഫിർ നിസ്കരിക്കാത്തതിന് അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റമുണ്ട്. അല്ല, നമ്മൾ വിചാരിക്കരുത് നിസ്കരിക്കാത്ത മുസ്ലിമിന് വലിയ കുറ്റം, മറ്റവനൊരു പ്രശ്നമില്ല. ചിലരൊക്കെ അങ്ങനെ പറയും, നിങ്ങൾക്കൊക്കെ നല്ല സുഖം, നിങ്ങൾക്ക് അതൊന്നും ചെയ്യേണ്ടതില്ലല്ലോ, നമുക്കല്ലേ ഹലാലും ഹറാമൊക്കെ ഉള്ളൂ. അല്ല, മുഴുവൻ ഹലാലും ഹറാമും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ട്. മുസ്ലിമിനുണ്ട്, കാഫിറിനുണ്ട്, നിരീശ്വരവാദിക്കുണ്ട്, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ സൽക്കർമ്മം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ ആദ്യം ഇസ്ലാം സ്വീകരിക്കേണ്ടതുണ്ട്, അതല്ലാതെ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ അവന്റെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ തിന്മകൾക്കൊക്കെ ശിക്ഷയുണ്ട്. കൊലപാതകത്തിന് ശിക്ഷ മുസ്ലിമിന് മാത്രമല്ല, ഗീബത്തിന് ശിക്ഷ മുസ്ലിമിന് മാത്രമല്ല, വ്യഭിചാരത്തിന് ശിക്ഷ മുസ്ലിമിന് മാത്രമല്ല, കാഫിറിനുണ്ട്. പക്ഷേ കാഫിറിന് ആ കിട്ടുന്ന ശിക്ഷ കാലാകാലമായിരിക്കും. ആ ശിക്ഷയിൽ നിന്നും ഒരിക്കലും അവൻ പുറത്തു കടക്കുകയില്ല. അതാണ് അവന്റെ പ്രത്യേകത. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം ആകുക എന്നുള്ളത് നിബന്ധനയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ ബാധകമാകുകയുള്ളൂ എന്നല്ല, അല്ലെങ്കിൽ കാഫിറിന് അത് ബാധകമല്ല എന്നുമല്ല. മറിച്ച് കാഫിറിന് ഈ ഒരു ഹാലിൽ അത് ബാധകമല്ല, കാരണം അങ്ങനെ അവൻ നോമ്പെടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് പറയുന്നത് ബാലിഗ് എന്നാണ് പറഞ്ഞത്. ബാലിഗ്, ബുലൂഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായപൂർത്തി എത്തിയാൽ മാത്രമേ ഏതൊരാൾക്കും നിസ്കാരവും നോമ്പും ഒക്കെ നിർബന്ധമുള്ളൂ. പ്രായപൂർത്തി എത്തിയാൽ മാത്രമേ ഏതൊരാൾക്കും നിസ്കാരവും നോമ്പും ഒക്കെ നിർബന്ധമുള്ളൂ. പക്ഷേ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കാൻ വലിയവർക്ക് നിർബന്ധ ബാധ്യതയാണ്. അതുപോലെ തന്നെ ആ പ്രായം എത്തുമ്പോഴേക്കും അവരെ നോമ്പിന് പരിശീലിപ്പിക്കലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ നോമ്പെടുക്കാൻ പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരാൾ ബുലൂഗ് എത്തുന്നതിന് മുമ്പ് നോമ്പെടുത്തു കഴിഞ്ഞാൽ അയാളുടെ നോമ്പിന്റെ വിധി എന്താണ്? അയാളുടെ നോമ്പ് സഹീഹാണ്. കാരണം ബുലൂഗ് എന്ന് പറയുന്ന ഷർത്ത് അത് ഷർത്തു സിഹയല്ല, മറിച്ച് ഷർത്തു വുജൂബാണ്. നിബന്ധന അത് വാജിബാകാനുള്ള നിബന്ധനയാണ്, അതല്ലാതെ ശരിയാകാനുള്ള നിബന്ധനയല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന അത് ഷർത്തു വുജൂബിൻ വസിഹ രണ്ടുമാണ്. അത് ശരിയാവുകയില്ല, അതുപോലെ തന്നെ അവൻ ആ ഹാലിൽ വാജിബാകുകയില്ല. അഥവാ അവന് വാജിബാകണം എന്ന് പറയണമെങ്കിൽ അവൻ മുസ്ലിം ആകണം, എന്നാലും അവന് വാജിബാകുകയുള്ളൂ. ആ ഹാലിൽ അവന് വാജിബല്ല. അവൻ മുസ്ലിം ആയാലും അവന് വാജിബാകുന്നുള്ളൂ, പക്ഷെ അവൻ കുറ്റക്കാരനാണ് മുസ്ലിം ആകാത്തത് കൊണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തേത് ഷർത്തു വുജൂബ് മാത്രമാണ്, അവന് നിർബന്ധമാകാനുള്ള ബാധ്യത മാത്രമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിനുള്ള പ്രതിഫലമുണ്ട്. ചെറിയ കുട്ടികളെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് അസ്സബിയുൽ മുമയ്യസ് യുക്തബു ലഹു വലാ യുക്തബു അലൈഹി. ചെറിയ കുട്ടി അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ എഴുതും, പക്ഷേ അവനെതിരെയുള്ള കാര്യങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതുകയില്ല. ഫഇദാ അമില സാലിഹൻ കുതിബ ലഹു വലാ തുക്തബു അലൈഹി സയ്യ. നന്മകൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എഴുതുന്നുണ്ട്, തിന്മകൾ അല്ലാഹു അവന്റെ മേലെ എഴുതുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ നിബന്ധന മുസ്ലിം കഴിഞ്ഞാൽ ബാലിഗാകുക, പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. മൂന്നാമത് പറയുന്നു ആഖിൽ. ആഖിൽ
എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ വിപരീതം മജ്നൂൻ എന്നുള്ളതാണ്. ഭ്രാന്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് എന്തല്ല, ബാധകല്ല. അപ്പൊ ഇനി ഒരാൾ പറയുക, ഈ മൂന്നാമത്തെ നിബന്ധനയായ ആഖിലാവുക എന്ന് പറയുന്നത് ഷർത്തു സിഹയാണോ ഷർത്തു വുജൂബാണോ അതല്ല രണ്ടും കൂടിയാണോ? ആർക്കാണ് പറയാൻ സാധിക്കുക? ഭ്രാന്തന് നോമ്പെടുത്താൽ ശരിയാകുമോ എന്നാലോചിച്ചാൽ മതി. ഭ്രാന്തൻ നോമ്പെടുത്താൽ ശരിയാകുമോ? ഇല്ല. ഭ്രാന്തന് ബാധ്യത ഉണ്ടോ? നിർബന്ധ ബാധ്യത ഉണ്ടോ? ഭ്രാന്തുള്ള ആളോട് പോയി നിസ്കരിക്കാനും നോമ്പെടുക്കാനും പറയേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ അത് ഷർത്തു സിഹത്തിൻ വ വുജൂബാണ്, രണ്ടും കൂടിയുള്ളതാണ്. അതായത് ഭ്രാന്തന് ബാധ്യതയുമില്ല, വാജിബുമില്ല, ഭ്രാന്തൻ എടുത്താലൊട്ട് ശരിയാവുകയുമില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ നിബന്ധന അഥവാ ആഖിലാവുക എന്നുള്ളത് ഷർത്തു സിഹത്തിൻ വ വുജൂബ്, ശരിയാകാനും അതുപോലെ അത് നിർബന്ധ ബാധ്യതയാകാനുമുള്ള രണ്ടും കൂടിയുള്ള നിബന്ധനയാണ് ഒന്നാമത്തേത് പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ ആഖിലല്ലാത്ത ആളുകളോട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ ഒന്നും പറയേണ്ടതില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് ചെയ്യുന്നത് എന്നറിയില്ല, നീയത്തില്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ല എന്നാണ്. നാലാമത്തെ നിബന്ധന പറയുന്നു ഖാദിരിൻ അല സൗം, ഒരാൾക്ക് നോമ്പെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളൂ. ഈ ഖാദിരിൻ അല സൗം എന്ന് പറയുന്നത് അത് ഷർത്തു സിഹത്താണോ അതല്ല ഷർത്തു വുജൂബാണോ? ആർക്കാണ് അറിയുക? നോമ്പെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളത് ഷർത്തു സിഹ, ശരിയാകാനുള്ള നിബന്ധനയാണോ അതല്ല ഷർത്തു വുജൂബ്, നിർബന്ധ ബാധ്യതയാകാനുള്ള നിബന്ധനയാണോ? ആർക്കറിയാം? ഷർത്തു വുജൂബ് അല്ലേ? ഷർത്തു വുജൂബാണ്. അഹ്സൻത്, കറക്റ്റാണ്. ഷർത്തു സിഹയാണോ? കഴിവില്ലാണ്ട് ഒരാൾ നോമ്പെടുത്താൽ അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കുവോ? ഇല്ല. ഒരാൾക്ക് തീരെ കഴിയുന്നില്ല, ഭയങ്കര രോഗിയാണ്, അവശനാണ്. അപ്പോൾ അയാൾ നോമ്പെടുത്തു, കഷ്ടപ്പെട്ട് നോമ്പെടുത്തു. അയാളുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കും, തള്ളിക്കളയുന്നില്ല. പക്ഷേ അയാൾക്ക് ഷർത്തു വുജൂബാണ് കഴിവുണ്ടായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അയാൾക്ക് നിർബന്ധമില്ല. ആ കുദറത്ത് എത്തിയാൽ മാത്രം നോമ്പെടുത്താൽ മതി. ശാരീരിക ക്ഷമതയില്ല, പ്രയാസമാണ്, രോഗമാണ്, അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല? അയാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നോമ്പെടുക്കേണ്ടതില്ല. അഥവാ അജ്സ് ഒരാൾക്കുണ്ടെങ്കിൽ, അശക്തത ഉണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്. വഇദാ അമർതുകും ബിഅംരിൻ ഫഅ്തു മിൻഹു മസ്തതഅതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളോട് ഒരു കൽപ്പന അല്ലാഹു കൽപ്പിച്ചാൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ ഫഅ്തു മിൻഹു, നിങ്ങളത് കൊണ്ടുവരണം, മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുന്നത് മുറക്ക്. അപ്പോൾ ഇസ്തിതാഅത്ത് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി സഹോദരങ്ങളെ, ആ കഴിവില്ലായ്മ, ഖുദ്റത്തില്ലായ്മ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അജ്സുൻ താരിയ, പെട്ടെന്ന് തന്നെ പോയി വരുന്ന ചില കഴിവ് ഇല്ലായ്മകളുണ്ട്. ഉദാഹരണത്തിന് ചെറിയ രോഗങ്ങളൊക്കെ ഒരാൾക്കുണ്ട്, അതായത് ചെറിയ ചെറിയ രോഗങ്ങൾ ഒരാൾക്കുണ്ട്, അല്ലെങ്കിൽ യാത്ര പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതൊരാൾക്ക് എന്ത് ചെയ്യുന്നില്ല, അത് സഹോദരങ്ങളെ ഒരാൾക്ക് നോമ്പ് എന്നേക്കുമായി ഒരാൾക്ക് നോമ്പ് ഒഴിവാകുന്നില്ല. മറിച്ച് ആ സമയത്ത് അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം, പിന്നീട് നോമ്പെടുക്കാം, അങ്ങനെയുള്ള കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്രയിലായിരിക്കുകയോ ചെയ്താൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, ആ ഇദ്ദ, ആ കണക്കുകൾ മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ടുള്ള അജ്സാണ്, അജ്സുൻ താരി. ഒരാൾ റമളാനിന്റെ സമയത്ത് അപ്പോൾ രോഗിയായി, അല്ലെങ്കിൽ അപ്പോൾ ഒരു യാത്ര വന്നു, അപ്പോൾ നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലുള്ള കാര്യമാണ്. എന്നാൽ അജ്സുൻ ദായിമുൻ ലാ യുർജാ സവാലു, ഒരിക്കലും മാറാത്തതായ ചില രോഗങ്ങളുണ്ട്. അതായത് സ്ഥിര രോഗിയായിട്ട് ആളുകളുണ്ട്, ഡോക്ടർമാർ അവർക്കെതിരെ പറയും, അതായത് അവർ അങ്ങനെ കഴിയാത്ത ആളുകളാണ്, അത് അങ്ങേയറ്റം ഇപ്പോൾ കിഡ്നി പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ഥിരം ഡയാലിസിസ് വേണ്ട ആളാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു പ്രായം ആധിക്യമുണ്ടായി അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് നിർബന്ധമില്ല, നോമ്പെടുക്കേണ്ടതില്ല. അയാൾ എന്ത് ചെയ്താൽ മതി, ഓരോ ദിവസത്തിനും ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് അജ്ജ് രണ്ട് രൂപത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അഥവാ ഖുദ്റത്തില്ലായ്മ രണ്ട് രൂപത്തിലുണ്ട്, താൽക്കാലികമായ ഖുദ്റത്തില്ലായ്മ, എന്നേക്കുമായിട്ടുള്ള ഖുദ്റത്തില്ലായ്മ. ഈ രണ്ട് ഖുദ്റത്തും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നോമ്പ് നിർബന്ധമാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക.
ഇതിൽ അഞ്ചാമതായിട്ടൊരു നിബന്ധന കൂടി പറയേണ്ടതുണ്ട്. അത് ഇദ്ദേഹം കൊടുത്തിട്ടില്ല, ശാരിഹ്യങ്ങൾ പറയുന്നത് കാണാം. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതെല്ലാവർക്കും ഇല്ല, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്ത്രീകൾക്ക് സാലിമത്തും മിനൽ ഹൈളി വൻ നിഫാസ്, അവർ ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും വിട്ടു നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാവുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഹൈലോ നിഫാസോ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് അവരുടെ ഷർത്തില്ലാതാവുകയാണ്. അവർക്ക് ഷർത്തു സിഹയാണത്. ഒരാൾക്ക് ഹൈലോ നിഫാസോ ഉണ്ടായി കഴിഞ്ഞാൽ അത് നോമ്പ് ശരിയാവുകയില്ല, അവർക്ക് നിർബന്ധവുമില്ല, അതുപോലെ അത് ശരിയാവുകയുമില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നോമ്പ് എടുക്കേണ്ടതില്ല, നിർബന്ധമായിട്ട് നോമ്പ് ഒഴിവാക്കണം, മറ്റു ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. വയജിബു സിയാമു റമളാൻ അലാ കുല്ലി മുസ്ലിമിൻ ബാലിഗിൻ ആഖിലിൻ ഖാദിരിൻ അലാ സ്വൗം. ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും അവിടെ നമ്മൾ പറഞ്ഞ ചെറിയ വിശദീകരണവും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ശരി, പിന്നീട് എപ്പോഴാണ് ആ നോമ്പ് നിർബന്ധമാകുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. അഥവാ എപ്പോഴാണ് മത്താ യജിബ് റമളാൻ, റമളാൻ എപ്പോഴാണ് നിർബന്ധമാകുന്നത്? ആദ്യം ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞു. എപ്പോഴാണ് നിർബന്ധമാകുന്നത്? അഥവാ ദുഖൂലു റമളാൻ, റമളാനിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടാലൊരു രീതിയാണ്. ഒന്ന് ബിറുഇയത്തി ഹിലാലിഹി, രണ്ട് ഔ ഇക്മാലി ശഅബാന 30 യൗമൻ, അല്ലെങ്കിൽ ഷഅബാനിൽ 30 ദിവസം പൂർത്തിയാക്കുക. ഈ രണ്ടാലൊരു രൂപത്തിലാണ് സഹോദരങ്ങളെ ഒരാൾ റമളാനിലേക്ക് പ്രവേശിക്കുക. ഒന്ന് ബിറുഇയത്തി ഹിലാലിഹി, എന്താണത്? റമളാൻ മാസത്തിന്റെ ഹിലാൽ ഒരാൾ കാണേണ്ടതുണ്ട്. അപ്പോൾ റുഇയ നിർബന്ധമായ കാര്യമാണ്. റമളാൻ മാസത്തിന്റെ നല്ല ഏതൊരു മാസവും അത് സ്ഥിരപ്പെടണമെങ്കിൽ റുഇയ നിർബന്ധമാണ്. ആ ഒരു മാസം സ്ഥിരപ്പെടണമെങ്കിൽ റുഇയ നിർബന്ധമായ കാര്യമാണ്, കേവലം കണക്കുകൾ കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇത് ഇപ്പോൾ 2 ആയതുപോലെയുണ്ട്, 3 ആയതുപോലെയുണ്ട് എന്ന് പിന്നീട് ആളുകൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്നാണോ നമ്മൾ കണ്ടത് അതാണ് ഒന്ന്. ചിലപ്പോൾ നമ്മൾ 1-ാമത്തെ ദിവസം കണ്ടിട്ടുണ്ടാവുകയില്ല. കാരണം എന്താണ്? മേഘാവൃതമായിട്ടുണ്ടാകും, നല്ല മഴയായിരിക്കും, കണ്ടിട്ടുണ്ടാവുകയില്ല. 2-ാമത്തെ ദിവസമായിരിക്കും നമ്മൾ കാണുമ്പോൾ 2ന്റെ വലിപ്പം ഉണ്ടാവും, പക്ഷേ അത് 1ആണ്. എന്താ കാരണം? അന്നാണ് കണ്ടത്. അതല്ലാതെ ആകാശത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് അത് ഒന്നായിട്ട് ശരീഅത്തിൽ പരിഗണിക്കുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശരീഅത്തിൽ പരിഗണിക്കുകയില്ല. മറിച്ച് നമ്മുടെ കാഴ്ചയുടെ എന്നാണോ നമ്മൾ കണ്ടത് അതാണ് 1-ാമത്തെ ദിവസം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടാമത് പറഞ്ഞത് ബി ഇക്മാലി ശഅബാന 30 യൗമൻ, ശഅബാൻ മാസം 30 ആയാൽ അപ്പോൾ പിന്നെ അടുത്ത ദിവസം എന്തായാലും റമളാനാണ്. അപ്പോൾ ഒന്നുകിൽ ശഅബാനിന്റെ 29ന്റെ അന്ന് 29 പൂർത്തിയായി 30ന്റെ രാവിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മാസപ്പിറവി ദർശിക്കണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിറ്റേന്ന് റമളാനാണ്. ശഅബാൻ 29 1 റമളാൻ അടുത്ത ദിവസം. അല്ലെങ്കിൽ ശഅബാൻ 30 ദിവസമായാൽ പിന്നീട് വേറെ മാസമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അറബി മാസത്തിൽ എന്തില്ല? 31 ഇല്ല, 28 ഇല്ല. ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30, ഈ 2 എണ്ണം മാത്രമേ അറബി മാസത്തിലുള്ളൂ. അതുകൊണ്ട് 30 പൂർത്തിയായാൽ സഹോദരങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോമ്പ് ആരംഭിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅയ്തുമൂഹു ഫസൂമു, നിങ്ങൾ അതിനെ കണ്ടാൽ, ഇദാ റഅയ്തുമൂഹു ഫസൂമു, നിങ്ങൾ അതിനെ കണ്ടാൽ, കാണുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധനയാക്കിയിട്ടുണ്ട്. എങ്കിൽ ഫസൂമു, എങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുക. അതല്ലാതെ നിങ്ങൾ അറിഞ്ഞാൽ, ആകാശത്തുണ്ടായാൽ ഇതൊന്നും കാര്യമില്ല. കാഴ്ചയാണ് പ്രാധാന്യം. ആ കാഴ്ച നമുക്ക് വേണമെങ്കിൽ ടെലിസ്കോപ്പിക് വ്യൂ പറ്റുമോ? പറ്റും. അപ്പോഴും കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത്. അത് അനുവദനീയമാണ്. നമ്മൾ ടെലിസ്കോപ്പ് വെച്ചിട്ടാണ് ഒരാൾ കാണുന്നത് എങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ അത് അനുവദനീയമാണ്. അവിടെയും റുഇയത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ അതല്ലാത്ത കാഴ്ചയില്ലാത്ത കണക്കുകളിൽ മാത്രം ഏതെങ്കിലുമൊക്കെ നാസയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ന സ്ഥലത്ത് അവിടെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. സൗദി അറേബ്യയിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 3 മിനിറ്റ് ഉണ്ടാകും, 4 മിനിറ്റ് ഉണ്ടാകും, ഒരു കാര്യമില്ല. അത് 4 മിനിറ്റ് അല്ല 40 മിനിറ്റ് ഉണ്ടായിട്ടും കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് മാസം ദർശിച്ചതായി പരിഗണിക്കുകയില്ല. അന്ന് റമളാനിലേക്കോ ഷവ്വാലിലേക്കോ അത് മുഖേന പ്രവേശിക്കുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. അതുപോലെ അത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫഅഫ്തിറു, അഥവാ ഷവ്വാൽ പൂർത്തിയാകുന്ന, റമളാൻ പൂർത്തിയാകുന്ന കാര്യമാണ് പറയുന്നത്. ഫൈൻ ഗുമ്മ അലൈക്കും, നിങ്ങൾക്ക് ഗും ഉണ്ടായാൽ അഥവാ കാണാൻ പറ്റാത്ത രൂപത്തിൽ മൂടപ്പെട്ടാൽ, ഫൈൻ ഗുമ്മ അലൈക്കും. ആ ഗും എന്ന് പറയുന്നത്
എങ്ങനെയും ഉണ്ടാവാം. ഒന്നുകിൽ മേഘാവൃതമായതുകൊണ്ടാവാം, മഴ കൊണ്ടുള്ള കാരണം കൊണ്ടാവാം, എന്തുമാകാം. ഫഖ്ദിറൂല, അപ്പോൾ നിങ്ങൾ ഫഖ്ദിറൂല അതിനെ കണക്കാക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഫഖ്ദിറൂലഹു എന്നുള്ളതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അഥവാ ഹംബലി മദ്ഹബിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ടഭിപ്രായമുണ്ട്. ഇമാം അഹ്മദ് റഹിമുള്ളക്ക് രണ്ടഭിപ്രായമുണ്ട്. ഫഖ്ദിറൂല എന്നുള്ളത് ഭാഷാപ്രകാരം ഫഖ്ദിറു എന്ന് പറഞ്ഞാൽ ഫദയ്യിഖു, അതിനെടുക്കുക, അഥവാ ശഅബാൻ 29 ആക്കുക, അതിനുശേഷമുള്ള ദിവസം റമളാനായി പരിഗണിക്കുക എന്നൊരഭിപ്രായം ഇമാം അഹ്മദ് റഹിമുള്ളക്കുണ്ട്. കാരണം സഹാബികളിൽ ചിലർക്ക് ആ അഭിപ്രായമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇവർക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അഥവാ 29 അന്ന് ആകാശത്ത് മേഘം മൂടിയിട്ടുണ്ട് എങ്കിൽ പിറ്റേന്ന് റമളാനായി ആരംഭിക്കാം എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ ആ അഭിപ്രായം ശരിയല്ല. കാരണം ബാക്കി ഇജ്മാ ഉള്ള വിഷയമല്ല, സഹാബികൾക്ക് ഇജ്മാ ഉള്ള വിഷയമല്ല. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. മറ്റു റിവായത്തിൽ ഫഖ്ദുറു ലഹു 30, ഫഖ്ദുറു നിങ്ങൾ കണക്കാക്കുക എന്ന അർത്ഥം തന്നെയാണ് അതിന് ശരി. കാരണം ഫഖ്ദുറു ലഹു 30, നിങ്ങൾ ശഅബാന് 30 കണക്കാക്കണം. ആകാശത്ത് മേഘാവൃതമായി നമ്മൾക്ക് മാസം കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫഖ്ദുറു ലഹു 30 എന്ന് തന്നെ റിവായത്ത് വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം ഫഅക്മിലു ഇദ്ദത ശഅബാന 30 ഫഇൻ ഗുമ്മ അലൈക്കും, മേഘാവൃതമായാൽ കാണാൻ തടസ്സമുണ്ടായാൽ ഫഅക്മിലു ഇദ്ദത ശഅബാന 30, ശഅബാൻ 30 പൂർത്തിയാക്കേണ്ടത് എന്ന് തന്നെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കേണ്ടത്. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണ്? وفي لفظ فقدروا له 30 وفي لفظ فأكملوا عدة شعبان 30 رواه البخاري. ഇതൊക്കെ പറഞ്ഞു. ويصام برؤية عدل لهلاله ويصام, നോമ്പ് അനുഷ്ഠിക്കപ്പെടും برؤية عدل, ഒരു അദിലിന്റെ നീതിമാനായ ഒരാളുടെ കാഴ്ച മതി, ലിഹിലാലിഹി, കാഴ്ചക്ക് ഒരാൾ മതി. അത് റമളാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ബാക്കിയുള്ള ഏതൊരു സാക്ഷ്യത്തിനും, മറ്റു മാസങ്ങൾക്കാകട്ടെ ഏതൊരു സാക്ഷ്യത്തിനും മിനിമം 2 ആൾ വേണം. പക്ഷേ റമളാനിന് ഒരാൾ തന്നെ മതിയായതാണ് എന്ന് കാണാൻ സാധിക്കും. റമളാനിന് ഒരാൾ തന്നെ മതിയായതാണ് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ശഅബാൻ തന്നെ വളരെ കൃത്യമായി നോക്കിയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ശഅബാൻ മാസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? മറ്റു മാസങ്ങളിലൊന്നും അങ്ങനെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഇയത്ത് നോക്കാറില്ല, അഥവാ കാഴ്ച സ്വീകരിക്കാറില്ല. എന്നാൽ ശഅബാൻ മാസത്തിൽ കാണാൻ സാധിക്കും കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹഫ്ഫളു മിൻ ശഅബാന മാ ലാ യതഹഫ്ഫളു മിൻ ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസം എന്ത് ചെയ്യും? അത് കൃത്യമായി സ്ഥിരീകരിക്കും, കൃത്യത വരുത്തും. ശഅബാൻ പുറന്നിട്ട് എന്നാലും നമുക്ക് ശഅബാൻ 29 വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമായിരുന്നു. സുമ്മ യസൂമു ബിറുഇയതി റമളാൻ, പിന്നീട് റമളാനിന്റെ കാഴ്ച കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുക. ഫൈൻ ഗുമ്മ അലൈഹി അദ്ദ 30 യൗമൻ സുമ്മ സാം, ഇനി അഥവാ മേഘാവൃതമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 30 ദിവസം പരിഗണിച്ചിട്ട് നോമ്പെടുക്കുമായിരുന്നു എന്ന് വന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റമളാൻ മാസത്തിൽ ഒരാളുടെ കാഴ്ച മതിയായതാണ് എന്നാണ് പറയുന്നത്. വലാ യുഖ്ബലു ഫീ ബഖിയത്തി ശുഹൂരി ഇല്ലാ അദ്ലാൻ, വലാ യുഖ്ബലു ഫീ ബഖിയത്തി ശുഹൂരി ഇല്ലാ അദ്ലാൻ. എന്നാൽ മറ്റു മാസങ്ങളിൽ സ്ഥിരീകരിക്കണമെങ്കിൽ 2 ആൾ വേണം. ഇപ്പോൾ പെരുന്നാൾ ഒരൊറ്റ ആൾ കണ്ടാൽ കാര്യമില്ല, അയാൾക്ക് അതുകൊണ്ട് പെരുന്നാൾ സ്വീകരിക്കുകയില്ല. 2 ആൾ കാണേണ്ടതുണ്ട്. അതാണ് അസ്ല്. എല്ലാത്തിൻ്റെയും അസ്ല് 2 ആൾ കാണുക എന്നുള്ളതാണ്. പക്ഷേ റമളാനിൽ അത് എക്സെപ്ഷണൽ കേസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അനുവദിച്ചതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസ് അതിന് തെളിവാണ്. അദ്ദേഹം പറഞ്ഞു തറാ അന്നാസുൽ ഹിലാൽ, ജനങ്ങളെല്ലാവരും ഹിലാൽ കാണാൻ വേണ്ടി അവർ ശ്രമിക്കും. ഫഅഖ്ബർതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി റഅയ്തു, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒറ്റക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാത്രം കണ്ടു. ഫസാമ വഅമറ അന്നാസ ബിസിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് നോമ്പെടുക്കുകയും ജനങ്ങളോട് നോമ്പ് ആരംഭിക്കാൻ പറയുകയും ചെയ്തു. അപ്പോൾ റമളാൻ മാസത്തിൽ ഒരാൾ കണ്ടാൽ തന്നെ അത് മതിയായതാണ് എന്നാണ് അർത്ഥം. വലാ യുഖ്ബലു ഫീ ബഖിയത്തി ശുഹൂരി ഇല്ലാ അദ്ലാൻ, എന്നാൽ ബാക്കിയുള്ള മാസങ്ങളിൽ 2 നീതിമാന്മാരായ 2 ആളുകൾ വേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. ഹദീസിൽ വന്നിട്ടുണ്ട് ഫഇൻ ഷഹിദ ഷാഹിദാനി ഫസൂമു വഅഫ്തിറു, 2 ആളുകൾ സാക്ഷ്യം പറഞ്ഞാൽ ഫസൂമു വഅഫ്തിറു, നിങ്ങൾ നോമ്പെടുക്കുകയും നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. 2 ആളുകൾ വന്നാൽ നോമ്പെടുക്കുകയും നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്ത. ഈ ഹദീസ് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഫൈൻ ഷഹിദ ഷാഹിദാനി, 2 ഷാഹിദുകൾ വേണം എന്നാണ്, ഫസൂമു നോമ്പെടുക്കാൻ എന്നാണ്. പക്ഷേ ഈ ഹദീസിന്റെ ഒരു മഫ്ഹൂമില്ല. അതിന്റെ അർത്ഥം ഒരാൾ ഉണ്ടായാൽ പോരാ എന്ന അർത്ഥം ഇതിനില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തന്നെ ഒരാൾ ഉണ്ടായാൽ മതിയാണ് എന്നുള്ള ഹദീസ് വേറെ കിട്ടി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മന്തൂഖിന് നേർക്ക് നേരെ വന്ന ഹദീസിനെയാണ്
സ്വീകരിക്കുക. ഈ ഹദീസിൽ നേർക്കുനേരെ ഒരാളുണ്ടായാൽ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു മഫ്ഹൂം, അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഫഇൻ ഷഹിദ ഷാഹിദാനി ഫസൂമു അഫ്തിറു. രണ്ടാളുകളുണ്ട് എങ്കിൽ നോമ്പ് ആരംഭിക്കുക, നോമ്പ് ഒഴിവാക്കുക. അഥവാ റമളാൻ മാസം കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിക്കുക. പക്ഷേ വളരെ കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട്, എന്താണ്, ഒരാളുണ്ടെങ്കിൽ തന്നെ റമളാനിലേക്ക് നോമ്പ് പ്രവേശിക്കാൻ മതിയായതാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടിലാകട്ടെ എവിടെയാകട്ടെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ അദിലാണെങ്കിൽ മതിയായതാണ്. അദിലായിരിക്കണം, സത്യം പറയുന്ന ആളായിരിക്കണം, കളവ് പറയുന്നവനാകാൻ പാടില്ല, അദാലത്തില്ലാത്ത ആളാകാൻ പാടില്ല. ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് പറയുന്നു വയജിബു തബീതു നിയ്യതി ലിസിയാമിൽ ഫർള്. വയജിബു നിർബന്ധമാണ്, തബീതു നിയ്യ രാത്രി തന്നെ നിയ്യത്താക്കൽ, ലിസിയാമി അൽ ഫർള് ഫർള് നോമ്പിന് രാത്രി തന്നെ നിയ്യത്ത് വേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. രാത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടു മുമ്പ്, അതെല്ലാം രാത്രിയാണ്. നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് തുലൂഉൽ ഫജ്ർ, അതാണ് രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവരെയുള്ള സമയത്തിന് മുമ്പ് തന്നെ ഒരാൾ എന്തു വേണം, നോമ്പിനുള്ള നിയ്യത്ത് വേണം. അത് ലിസിയാമിൽ ഫർള്, ഫർള് നോമ്പിനാണ് എന്ന് മനസ്സിലാക്കുക. ഫർള് നോമ്പിന്റെ അതേ കാര്യം തന്നെയാണ് ഫർള് റമളാൻ മാസത്തിലുള്ള അതേ ബാധ്യത തന്നെ, അതേ കാര്യം തന്നെ ബാധകമാകും ഒരാൾ റമളാൻ മാസത്തിൽ നോമ്പ് ഖളാ വിട്ടുന്ന സമയത്തും എന്ത് വേണം, ഫജ്റിന് മുമ്പ് തന്നെ നിയ്യത്ത് വേണം. ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ട് ഖളാ നോമ്പിന് നിയ്യത്ത് വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ സുന്നത്തായ ഒരു നോമ്പ് ഒരാൾ എന്ത് ചെയ്യാണ്, നേർച്ചയാക്കി. നേർച്ച പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല, നേർച്ച ഒന്നുകിൽ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പക്ഷെ ഒരാൾ നേർച്ചയാക്കി, ഞാൻ ഈ വ്യാഴാഴ്ച നോമ്പെടുക്കും, ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച നോമ്പെടുക്കൽ നിർബന്ധമായി. അപ്പം അങ്ങനെ നേർച്ച നോമ്പാണെങ്കിലും അയാൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഒരാൾക്ക് നിയ്യത്ത് വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം, മൻ ലം യുബയ്യിതി സിയാമ മിനൽ ലൈലി ഫലാ സിയാമ ലഹ്. ആരെങ്കിലും രാത്രി തന്നെ നോമ്പിനുള്ള നിയ്യത്ത് കരുതിയിട്ടില്ലെങ്കിൽ ഫലാ സിയാമ ലഹ്, അവന് നോമ്പില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിയ്യത്ത്? രാത്രി തന്നെ നമ്മൾ ചൊല്ലി പറയുക എന്നുള്ളതാണ്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നവൈതു സൗമ ഗദിൻ ലില്ലാഹി തആല എന്ന് പറഞ്ഞ് പറയലാണ്, ഒരിക്കലുമല്ല. ഈ ഹദീസ് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ രാത്രി എന്ത് ചെയ്തിട്ടില്ല, റമളാൻ മാസത്തിന്റെ നിയ്യത്ത് ഇങ്ങനെ ചൊല്ലി പറഞ്ഞ് തന്നിട്ടില്ല. അതങ്ങനെ പറയേണ്ടതായിരുന്നെങ്കിൽ അവിടുന്ന് പറയുമായിരുന്നു, സഹാബികൾ അത് റിപ്പോർട്ടും ചെയ്യുമായിരുന്നു. മറിച്ച് നിയ്യത്ത് എന്ന് പറയുന്ന ആ വാക്കിനർത്ഥം തന്നെ കരുതൽ എന്നാണ്. അത് മനസ്സിൽ കരുതുക എന്നുള്ളതാണ്. ഒരാൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ നിയ്യത്താണ്. ഒരാൾ അത്താഴത്തിൽ എഴുന്നേൽക്കുന്നത് തന്നെ അത് നിയ്യത്താണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നാളെ ഒരാൾ നോമ്പെടുക്കണമെന്ന് ഇന്ന് ചിന്തിച്ചാൽ അത് നിയ്യത്താണ്. അത്രേ നിയ്യത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം നിയ്യത്തിൽ പെടാത്ത ആരാണ് വരിക? നിയ്യത്തിൽ പെടാത്ത ഒരു സംഭവം ഉദാഹരണം വരണമെങ്കിൽ ഒരാൾക്ക് ഇന്ന് മാസം കാണുമെന്ന് അറിയില്ല, ഇന്ന് മാസം കാണേണ്ട ദിവസമാണെന്ന് അറിയില്ല. റമളാനിൽ മാസം കണ്ടു, കുറച്ച് വൈകിട്ടാണ് അതിൻ്റെ വിവരം പുറത്തു വന്നത്, മാസം കണ്ടിട്ടുണ്ട് സ്വീകരിക്കണം എന്ന് വന്നത്. ഇയാളാണെങ്കിൽ ഒരു 10 മണിക്ക് കിടന്നുറങ്ങി, വിവരം വന്നത് 11 മണിക്കാണ്. ഇയാൾ രാവിലെ ഫജ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് എഴുന്നേറ്റത് എന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? അയാൾ തുലൂഉൽ ഫജ്റിന് മുമ്പ് നോമ്പെടുക്കണമെന്ന് മനസ്സിലൊരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. കാരണം അയാൾ നാളെ നോമ്പാകുമെന്ന് പോലും അറിയില്ല, ഇന്ന് മാസം കാണേണ്ട ദിവസമാണ് എന്ന് പോലും അറിയില്ല. അതൊരു ഉദാഹരണമാണ്. അപ്പം ഇതേപോലെയുള്ള ഉദാഹരണങ്ങൾ വേറെ ഉണ്ടാകാം. വേറെ ഒരാൾക്ക് ഇതേപോലെ അറിയാതെ രാവിലെയാണ് ഒരാൾ പറയുന്നത് ഇന്നലെ മാസം കണ്ടിട്ടുണ്ട്, ഇന്ന് നോമ്പ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഫജ്റിന് ശേഷം നിയ്യത്ത് വെക്കാൻ സാധിക്കുകയില്ല. ഫർള് നോമ്പിന് സുബഹിക്ക് മുമ്പ് തന്നെ നാളെ ഞാൻ നോമ്പെടുക്കും എന്നുള്ള കരുതൽ ഉണ്ടാകണം. വഅമ്മ നഫ്ലു ഫയജൂസു ബിനിയത്തിൻ മിനൻ നഹാർ. അദ്ദേഹം പറയുന്നു നഫ്ലു, ഇപ്പുറത്തെ പേജാണ്, വഅമ്മ നഫ്ലു ഫയജൂസു ബിനിയത്തിൻ മിനൻ നഹാർ. നഫിലിൽ അഥവാ സുന്നത്ത് നോമ്പിൽ ഫയജൂസു ബിനിയത്തിൻ മിനൻ നഹാർ, പകലിലുള്ള നിയ്യത്ത് തന്നെ മതിയായതാണ്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അതിൽ പ്രത്യേകം വന്നിട്ടുണ്ട്. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോകുമായിരുന്നു. അവിടുന്ന് അങ്ങനെ പോയി രാവിലെ ആയാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇല്ല എന്നാണ് പറഞ്ഞാൽ അവിടുന്ന് പറയും ഇന്നി ഇദൻ സായിം, എങ്കിൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് അവിടുന്ന് പറയും. അപ്പോൾ അവിടുന്ന് ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തില്ല, നോമ്പെടുക്കണം എന്നുള്ളത് ഫജ്റിന് മുമ്പേ നിയ്യത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് ഒരിക്കലും ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കില്ല. അപ്പോൾ അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് രാവിലെയും തീരുമാനിക്കാം. ഒരാൾ രാവിലെ 7 മണിക്ക് തീരുമാനിക്കുകയാണ്
ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കുകയാണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അയാൾക്ക് അനുവദനീയമാണ്. പക്ഷേ ആ തുലൂഉൽ ഫജ്ർ മുതൽ ആ തീരുമാനിക്കുന്ന സമയം വരെയും നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും അയാളിൽ ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ ഫജ്റിന് ശേഷം ചായ കുടിച്ചിട്ട് പിന്നീട് 7 മണിക്ക് ഇന്ന് നോമ്പെടുത്താലോ എന്ന് തീരുമാനിച്ചാൽ നോമ്പാവുകയില്ല. കാരണം നമ്മൾ പറഞ്ഞ കാര്യമാണ്, നോമ്പിന്റെ നിബന്ധന ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കണം. അവിടെ തുലൂഉൽ ഫജ്ർ മുതൽ ഗുറൂബു ശംസ് വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ അയാൾക്ക് എന്ത് സംഭവിക്കുകയില്ല, നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് വേണമെങ്കിൽ രാവിലെയും എന്ത് ചെയ്യാം, ആ നിയ്യത്ത് ആക്കാവുന്നതാണ് എന്ന് ശ്രദ്ധിക്കുക. പിന്നീട് പറയുന്നു വൽ മരീദുല്ലദീ യതദററു ബിസ്സൗബി വൽ മുസാഫിറു ലഹുമാ അൽ ഫിത്റു വസ്സിയാം. പിന്നീട് ചില അഹ്കാമുകൾ രോഗിയുടെ നോമ്പിനെക്കുറിച്ചും യാത്രക്കാരന്റെ നോമ്പിനെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. വൽ മരീദ് രോഗി, അല്ലദീ യതദററു ബിസ്സൗം നോമ്പ് കൊണ്ട് പ്രയാസകരമാകുന്ന ഒരു രോഗമാണ് ആ രോഗിക്കുള്ളത്. വൽ മുസാഫിർ അതുപോലെ തന്നെ യാത്രക്കാരൻ, ലഹുമാ അവർ രണ്ടുപേർക്കുമുണ്ട് അൽ ഫിത്ർ എന്ത് ചെയ്യുക, നോമ്പ് മുറിക്കുക, നോമ്പ് എടുക്കേണ്ടതില്ല. വസ്സിയാം അതുപോലെ രണ്ടുപേരും ഖളാ നോമ്പ് വീട്ടേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, മരീദ് എല്ലാവരും ഒരേപോലെയല്ല. രോഗം എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെയല്ല. മരീദിന് വ്യത്യസ്ത അവസ്ഥയുണ്ട്. ഒന്ന് അൽ മരീദു മർളൻ യസീറൻ, നിസ്സാരമായ രോഗമുള്ള ആളുകളുണ്ട്. ചെറിയൊരു തലവേദന നിസ്സാരമായ രോഗമാണ് മറ്റു രോഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ചെറിയൊരു വേദന, ഒരാൾ കൈക്ക് വേദന ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം ഒരാൾക്കുണ്ട്. അപ്പൊ ഇത്തരം രോഗങ്ങൾ ഒരിക്കലും നോമ്പ് ഒഴിവാക്കാനുള്ള ഉദറിൽപ്പെട്ടതല്ല. മറിച്ച് അത്തരം ചെറിയ രോഗമുള്ള ആളുകൾ നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഒരാൾ അത്തരം നിസ്സാരമായ രോഗത്തിന് നോമ്പ് ഒഴിവാക്കിയാൽ അയാൾ കുറ്റക്കാരനാകുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിസ്സാരമായ രോഗമാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഒരു മധ്യമ നിലവാരത്തിലുള്ള അല്ലെങ്കിൽ കടുത്ത രോഗം, രണ്ടുമാകാം. ഇങ്ങനെയുള്ള രോഗമാണ് ഒരാൾക്കുള്ളത്. പക്ഷേ ഈ രോഗാവസ്ഥയിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല ഉപദ്രവം അയാൾക്കുണ്ടാകും എന്ന് അയാൾക്ക് ഉറപ്പാണ്. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഉറപ്പാണ്, അത്രയും രോഗം അയാൾക്കുണ്ട്. ഇത്തരം അവസ്ഥയിൽ ഒരാൾ നോമ്പെടുക്കുക എന്നുള്ളത് ഹറാമാണ്, പാടില്ല. ഒരാൾക്ക് ഡോക്ടർമാർ പറഞ്ഞു നോമ്പെടുക്കാൻ പാടില്ല. വിശ്വസ്തരായ ഡോക്ടർമാരാണ്, മുസ്ലിമീങ്ങളായ ഡോക്ടർമാർ വിശ്വസ്തരാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഇത്തരം ചില കാര്യങ്ങൾക്ക് മുസ്ലിം ആകുക എന്നുള്ള നിബന്ധന ഡോക്ടർമാർക്ക് വേണ്ടതില്ല. മറിച്ച് ആ ഡോക്ടർ അത്രയും കഴിവുള്ള ഒരാളാകുക, അയാൾ എന്ന് തന്നെ മതിയായതാണ്. സത്യം പറയുന്ന കഴിവുള്ള ഒരാളായാൽ മതിയാകുന്ന. അയാൾ പറഞ്ഞു, നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ഏതെങ്കിലും അവയവം നിലച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഇങ്ങനെ വിധി എഴുതി കഴിഞ്ഞാൽ നോമ്പെടുക്കുക എന്നുള്ളത് ഹറാമാണ്, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ദററ വലാ ദിറാർ, ഉപദ്രവം ഉണ്ടാക്കുക എന്നുള്ളത് ദീനിൽ പാടില്ല. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കലും സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കലും ദീനിൽ പാടില്ലാത്ത കാര്യമാണ്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലാൻ പാടില്ല. നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് നമ്മളെ കൊല്ലാനൊന്നുമല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നോമ്പ് പറയുമ്പോൾ തന്നെ അല്ലാഹു തആല പറഞ്ഞാണ്, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞെരുക്കം ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഈ റമളാൻ ഞാൻ നോക്കും, അങ്ങനെയൊക്കെ ചില വയസ്സായ ആളുകളൊക്കെ പറയും. അത് ശരിയല്ല. അങ്ങനെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് രോഗം വന്ന് മരിച്ചാലും ശരി, അല്ലെങ്കിൽ ശരീരം തളർന്നാലും ശരി, ഞാൻ അതുവരേക്കും നോമ്പെടുക്കും എന്ന് പറയാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള മധ്യമ നിലവാരത്തിലുള്ളതോ അല്ലെങ്കിൽ പ്രയാസകരമാകുന്ന രോഗം തന്നെയാണ്. പക്ഷേ അത്ര വലിയ എന്തില്ല, അതെടുത്തു കഴിഞ്ഞാൽ ആ രോഗം കൊണ്ട് ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഇല്ല. ബുദ്ധിമുട്ടുണ്ടാകാനോ ഉണ്ടാകാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്, വലിയൊരു പ്രയാസം ഇല്ല. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഏറ്റവും അഫ്ളൽ അയാൾ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും അഫ്ളൽ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇളവ് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഇളവുകൾ സ്വീകരിക്കുക എന്നുള്ളത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിലും ഒരാൾക്ക് നല്ല പനിയുണ്ട്, ശക്തമായ പനിയുണ്ട്, ചില സാധാരണ പനിയല്ല, ശക്തമായ പനി തന്നെ ഉണ്ട്, ഒക്കെ വേണമെങ്കിൽ നോമ്പ് എടുക്കാം, കഷ്ടപ്പെട്ടെടുക്കാം. ഡോക്ടർ ഒരു ഗുളിക ഉച്ചയ്ക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒഴിവാക്കിയാലും ഒരാൾക്ക് എന്ത് ചെയ്യാം, നോമ്പ് എടുക്കാം. പക്ഷേ ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത്, നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അളവ് നൽകിയിട്ടുണ്ട്. ആ അളവ് സ്വീകരിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതല്ലാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ നോമ്പെടുക്കേണ്ടതില്ല. എന്നാൽ രണ്ടാമത് പറഞ്ഞത് മരണമോ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ നശിച്ചു പോവുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട് എങ്കിൽ അത് ഹറാമായി തീരും.
മൂന്നാമത്തേത് അങ്ങനെ അത്ര രോഗമില്ല, പക്ഷേ ഇവിടെയും നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത്. ഒന്നാമത്തെ സാഹചര്യത്തിൽ നോമ്പ് ഒഴിവാക്കുക പാടില്ല, നിസ്സാരമായ രോഗമാണ്, ചെറിയ ജലദോഷം, ചെറിയൊരു തലവേദന, അതിന് നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് പാടില്ല. ഇനി മുസാഫിറിനെ കുറിച്ച് പറയുന്നുണ്ട്. മുസാഫിർ ആരാണ്? അൽ മുസാഫിർ, പണ്ഡിതന്മാർ പറയുന്ന പ്രധാനപ്പെട്ട രണ്ടഭിപ്രായം. മുസാഫിർ എന്ന് പറയുന്നത് ഒന്നുകിൽ 85 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അയാൾ മുസാഫിറാണ്. അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ളൊരു യാത്ര, അത് നാട്ടിൽ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് പോയാൽ അതിന് നാട്ടുകാർ പൊതുവെ യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ കിലോമീറ്റർ പോലും പരിഗണിക്കേണ്ടതില്ല. 70 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പോകുന്നത് യാത്ര എന്ന ഒരു നാട്ടിൽ പറയപ്പെടുന്നുണ്ട് എങ്കിൽ അത് യാത്ര തന്നെയാണ്. എന്നാൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ ഹഫദുല്ലാഹ് അദ്ദേഹം പറയുന്നു 85 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് എത്തിയാൽ നാട്ടിൽ യാത്ര എന്ന് പറഞ്ഞാലും ശരി ഇല്ലെങ്കിൽ ശരി അത് യാത്ര തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരായ ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇവിടെ 2 രൂപത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ഒരാൾ പകല് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ പകല് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്, പകല് യാത്രയാണ്, ഒഴിവാക്കാവുന്നതാണ്. 2, ഒരാൾ രാത്രി മുഴുവൻ യാത്രയാണ്. അത്തരം വ്യക്തിക്ക് പിറ്റേ ദിവസത്തെ പകലിലും അയാൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാവുന്നത്. അയാൾ ചിലപ്പോൾ സുബൈയുടെ സമയത്തോ അല്ലെങ്കിൽ തൊട്ടു മുമ്പിലോ ഒക്കെ യാത്ര കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ എങ്കിൽ അയാൾക്ക് ആ സമയത്തും യാത്രയുടെ അളവ് സ്വീകരിക്കാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇനി യാത്രയുടെ ഏതൊരു ഇളവും, അഥവാ യാത്രയിൽ നിസ്കാരം ഖസറാക്കുക, നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതിന് ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ 85 കിലോമീറ്റർ പിന്നിട്ടതിന് ശേഷമല്ല. അങ്ങനെ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. ഖസറാക്കണമെങ്കിൽ 85 കിലോമീറ്റർ കഴിയണം. അല്ല, ഖസറാക്കണമെങ്കിൽ നമ്മുടെ മഹല്ല് കഴിഞ്ഞ് 85 കിലോമീറ്റർ ഉദ്ദേശിച്ച ഒരാൾക്ക് നമ്മുടെ മഹല്ല് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? ഖസറാക്കി തുടങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ നോമ്പ് ഒഴിവാക്കിയും തുടങ്ങാവുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞത്, ഒരു നാട്ടിൽ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനെ യാത്ര എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ ഉറുഫിൽ അത് യാത്രയാണ് എങ്കിൽ അത് യാത്രയാണ്. ഇനി അതല്ല എങ്കിൽ 85 കിലോമീറ്റർ ഒരാൾ വൺ വേ, അതൊക്കെ വൺ വേ ആണ് ഉദ്ദേശിക്കുന്നത്, അത് ദൂരമുണ്ട് എങ്കിൽ അതും യാത്രയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി യാത്രയിൽ നോമ്പ് ഒഴിവാക്കുന്നതിനെ കുറിച്ച് നേരത്തെ നമ്മൾ രോഗികളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വിശദീകരണമുണ്ട്. യാത്രയിൽ ഒരാൾക്ക് യാത്രയാണെങ്കിൽ ഈ പറയുന്ന കാര്യമാണ് എങ്കിൽ ഒരാൾക്ക് നിരുപാധികം നോമ്പ് ഒഴിവാക്കാവുന്നതാണ്, തെറ്റില്ല. ഒരാൾ 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ പ്രയാസം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അയാൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. നമ്മൾ നേരത്തെ രോഗത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ചെറിയ രോഗമാണെങ്കിൽ ഒഴിവാക്കൽ നിഷിദ്ധമാണ്, അങ്ങനെയില്ല. ഇനിയിപ്പോൾ നമ്മളൊരു AC കാറിലാണ് പോകുന്നത്, ഫ്ലൈറ്റിലാണ്, വളരെ സുഖമാണ്, ഒരു കുഴപ്പമില്ല, എങ്കിലും യാത്ര അത് 100 കിലോമീറ്റർ അതിൻ്റെ അപ്പുറത്തേക്കുണ്ട് എങ്കിൽ അനുവദനീയമാണ്. ഒഴിവാക്കൽ നിർബന്ധമല്ല, അയാൾക്ക് അനുവദനീയമാണ് ഒഴിവാക്കുക എന്നുള്ളത്. ഇനി ആ യാത്രയിൽ കടുത്ത പ്രയാസമുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫിസ് സഫർ. ലൈസ മിനൽ ബിർരി, പുണ്യത്തിൽപ്പെട്ടതല്ല, അസ്സിയാമു ഫിസ് സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരിക്കൽ സ്വഹാബികളിൽ ചിലർ ഒരു യാത്രയിൽ നോമ്പെടുത്തിട്ട് അങ്ങേയറ്റ ക്ഷീണമായിപ്പോയി. അപ്പോൾ കുറേ ആളുകൾ ഇയാൾക്ക് തണൽ വിരിച്ചു കൊടുക്കുകയാണ്. ഇയാളാണ് കഷ്ടപ്പെട്ട് നോമ്പെടുക്കുകയാണ്, ഭയങ്കര പ്രയാസം, ഒന്ന് വെയിലുള്ള പോലും പറ്റുന്നില്ല, ബാക്കിയുള്ളവർ തണലിട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ നോമ്പ് കഷ്ടപ്പെട്ട് ആരും എടുക്കേണ്ടതില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില യാത്രകളിൽ നോമ്പെടുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ചില സ്വഹാബികളും യാത്രകളിൽ നോമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് യാത്രയിൽ നോമ്പെടുക്കുന്നത് ഒരു പ്രയാസമില്ല, വളരെ എളുപ്പം യാത്രയാണ് എങ്കിൽ അയാൾക്ക് നോമ്പെടുക്കൽ അനുവദനീയമായ കാര്യമാണ്. എന്നാൽ പ്രയാസകരമാണ് എങ്കിൽ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു എളുപ്പമാണെങ്കിൽ റമദാനിൽ തന്നെ നോമ്പെടുക്കലാണ് നല്ലത്, കാരണം ആ മാസത്തിന്റെ ആ ഫضലിൽ തന്നെ നോമ്പെടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ വേറെ ചിലർ പറഞ്ഞു അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റുഖ്സ സ്വീകരിക്കലാണ് നല്ലത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ ഹഫിളഹുല്ലാഹ് ഈ 2 അഭിപ്രായത്തെയും ജംഅ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തികൾ നോക്കിയാൽ അവിടുന്ന് യാത്രയിൽ ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കിയതും കാണുന്നുണ്ട്, ചിലപ്പോൾ നോമ്പ് എടുത്തതും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു യാത്ര ചെയ്യുന്നുണ്ട്, 2-3 ദിവസം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ദിവസം നോമ്പ് എടുക്കുകയും 2 ദിവസം നോമ്പ് ഒഴിവാക്കുക, അല്ലെങ്കിൽ 2 ദിവസം നോമ്പ് എടുക്കുകയും 1 ദിവസം നോമ്പ് ഒഴിവാക്കുക, ആ രൂപത്തിൽ മാറി മാറിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് ചെയ്യാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 2 സ്ഥിരപ്പെട്ടിട്ടുണ്ട്, യാത്രയിൽ നോമ്പ് ഒഴിവാക്കിയതും യാത്രയിൽ നോമ്പ് എടുത്തതും. അത് 2ഉം ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ പ്രയാസകരമാണ് എങ്കിൽ എല്ലാ ദിവസവും ഒഴിവാക്കൽ തന്നെയാണ് അയാൾക്ക് അഫ്ളൽ. 5 ദിവസത്തെ യാത്രയാണ്, 5 ദിവസവും പ്രയാസമാണ് എങ്കിൽ ഒഴിവാക്കൽ തന്നെയാണ് അഫ്ളൽ എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നത് ഹൈദും നിഫാസുമുള്ള അഥവാ ആർത്തവും പ്രസവരക്തവുമുള്ള സ്ത്രീകളുടെ നോമ്പിനെ കുറിച്ചാണ്. വൽ ഹായിളു വൻ നുഫസ, ആർത്തവകാരികളും പ്രസവരക്തമുള്ള സ്ത്രീകളും
യഹ്റുമു അലൈഹിമ അസ്സിയാം, അവർ രണ്ടുപേർക്കും നോമ്പെടുക്കൽ നിഷിദ്ധമാണ്. വ അലൈഹിമ അൽ ഖള, അവർ രണ്ടുപേരും എന്ത് ചെയ്യണം? ഖളാ വീട്ടിയാൽ മതി, മറ്റു ദിവസങ്ങളിൽ ഖളാ വീട്ടിയാൽ മതി. വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈദുള്ള ഒരു സ്ത്രീക്ക് ഫജറിന് ശേഷം ഏതെങ്കിലും ചെറിയൊരു സമയത്തേ ഉണ്ടായിട്ടുള്ളൂ ഹൈദ്, പിന്നീട് അത് നിലച്ചു, പൂർണ്ണമായി നിലച്ചു, ഒന്നും തന്നെ അതിൻ്റെ അസറുകൾ ബാക്കിയില്ല എങ്കിൽ പോലും അവർക്ക് നോമ്പ് നിഷിദ്ധമാണ്. ഒരു നിമിഷം അതുണ്ടായാൽ തന്നെ അത് നോമ്പ് മുറിക്കുന്നതാണ്. അതുപോലെ മഗ്രിബിന്റെ 10 മിനിറ്റ് മുമ്പ്, 5 മിനിറ്റ് മുമ്പ് ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടായാലും ആ ദിവസത്തെ നോമ്പ് അത് അവർക്ക് നഷ്ടപ്പെടുന്നതാണ്, മറ്റൊരു ദിവസം നോമ്പ് എടുക്കേണ്ടതാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഹൈദിന്റെ ഒരു അവസ്ഥയിൽ ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടായാലും അവർക്ക് എന്ത് ചെയ്യും? നോമ്പ് നഷ്ടപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ആ വിഷയത്തിൽ ഹൈദും നിഫാസുമുള്ള സ്ത്രീകൾക്ക് നോമ്പെടുക്കേണ്ടതില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറയുന്നു വൽ ഹാമിലു വൽ മുർദി. ഹാമിൽ എന്ന് പറഞ്ഞാൽ ഗർഭിണികൾ, വൽ മുർദി എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന സ്ത്രീകൾ. വൽ ഹാമിലു വൽ മുർദി, ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും, ഇദാ ഖാഫത, അവർ രണ്ടുപേരും ഭയപ്പെടുകയാണ്, അല വലദൈഹിമ, അവരുടെ കുട്ടികൾക്ക്. ഇപ്പോൾ ഗർഭസ്ഥ ശിശുവിന്റെ കാര്യം അല്ലെങ്കിൽ മുലയൂട്ടുന്ന കുട്ടിയുടെ കാര്യം, അവരുടെ കാര്യത്തിൽ ഭയപ്പെടുകയാണ് എങ്കിൽ എന്ത് ചെയ്യാം? അഫ്തറത, അവർ രണ്ടുപേർക്കും നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. വഖലത, അവർ രണ്ടുപേർക്കും അത് ഖളാ വിട്ടാവുന്നതാണ്. വഅത്അമത അൻ കുല്ലി യൗമിൻ മിസ്കീന, അവർ രണ്ടുപേർക്കും ആ രണ്ടു കൂട്ടർക്കും ഓരോ ദിവസത്തെ നോമ്പിന് പകരമായി എന്ത് ചെയ്യാം? ഭക്ഷണം സാധുക്കൾക്ക് കൊടുക്കാം. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പണ്ഡിതന്മാർ ഇതേപോലെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, അവർ രണ്ടുപേർക്കും നോമ്പെടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു പ്രയാസമില്ല എങ്കിൽ അവർക്ക് നോമ്പെടുക്കാവുന്നതാണ്. നോമ്പെടുക്കുകയാണ് വേണ്ടത്, പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. നോമ്പെടുക്കുന്നത് കൊണ്ട് സ്വന്തത്തിനുമില്ല കുട്ടിക്കുമില്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? നോമ്പെടുക്കണം. ഇനി പ്രയാസമുണ്ട് എങ്കിൽ, അഥവാ ഒന്നുകിൽ സ്വന്തത്തിന് പ്രയാസം ഉണ്ടാകും അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകും എങ്കിൽ അവർ നോമ്പ് ഒഴിവാക്കൽ നിർബന്ധമാണ്. സ്വന്തത്തിനോ കുട്ടിക്കോ പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല, സ്വന്തത്തിനോ കുട്ടിക്കോ പ്രയാസമുണ്ടാക്കാൻ പാടില്ല. ആ സമയത്ത് നോമ്പ് ഒഴിവാക്കൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ അവരെന്താണ് ചെയ്യേണ്ടത്? അവർ മറ്റ് സമയത്ത് എന്ത് ചെയ്താൽ മതി? നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി, മറ്റ് സമയത്ത് നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. അതിന് പകരമായിട്ട് ഇവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവർ അതായത് ഈ നോമ്പ് ഒഴിവാക്കിയത് ഈ കുട്ടിയുടെ വിഷയത്തിലാണ് എങ്കിൽ ഇബ്നു അബ്ബാസിൽ നിന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും എന്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്? ഭക്ഷണം കൂടി കൊടുക്കുക എന്നുള്ള കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. ചിലർ പറഞ്ഞു ഖളാ മാത്രം മതി, ഭക്ഷണം കൊടുക്കേണ്ടതില്ല. വേറെ ചിലർ പറഞ്ഞു നോമ്പ് നോറ്റുവീട്ടേണ്ടതില്ല, ഗർഭിണികളും അതുപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളും നോമ്പ് നോറ്റു വീട്ടേണ്ടതില്ല, പകരം അതിന് മിസ്കീന് ഭക്ഷണം മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് കാണാം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. തുജ്മഉ ബൈനൽ ഖളാഇ വൽ ഇതാ, അവർ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ആ നോമ്പ് പിന്നീട് നോറ്റു വീട്ടേണ്ടതുമുണ്ട്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിന്റെ ദർസിൽ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.